ബഹുമാനപ്പെട്ട ഈ സ്വീകരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അൻവർ പഴഞ്ഞി, ഈ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച ഉമർ ഫാറൂഖ്, ദേശീയ പ്രവർത്തക സമിതി അംഗം, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ജനാധിപത്യ മതേതര വിശ്വാസികളെ, ഇന്നിവിടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി നൽകിയ സ്വീകരണത്തിന് നന്ദി പറയുന്നതോടൊപ്പം നൂറുകണക്കിന് രക്തസാക്ഷികളെ വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. നൂറുകണക്കിന് സമരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ സമരം വിജയിപ്പിച്ചും ഓരോ വെടിയുണ്ടകളും നെഞ്ചിലേക്ക് ഉയർന്നു വരുമ്പോഴും അത് നെഞ്ചുകൊണ്ട് തടുത്തുകൊണ്ട് രക്തസാക്ഷിയായിട്ടുള്ള ആ ജില്ലയിൽ നിന്ന് കഴിഞ്ഞ നവംബർ 20 SRCയിൽ വെച്ച് ഒരു പ്രഖ്യാപനം കേട്ടു. സംസ്ഥാന പ്രസിഡന്റായി CPI ലത്തീഫ് സാഹിബിനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് കേരളം ഏറ്റെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, മലപ്പുറം ജില്ല എന്ന് പറയുന്നത് വളരെയധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരുപാട് മണ്ഡലങ്ങളുള്ള ഒരു ജില്ലയാണ്. ഒരുപാട് കാലം ഇക്രാം സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഒരു ഘട്ടത്തിൽ ജില്ലാ വിഭജനം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് സമരങ്ങൾ നടത്തിയിരുന്നു ഈ പാർട്ടി. അതൊന്നും തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ്റുകളുടെ അത് നോക്കുകുത്തിയാക്കി മാത്രം മാറ്റിക്കൊണ്ട് അതിനൊന്നും ഒരു പരിഹാരവും കാണാതെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആശ്വസിക്കാം, സമാധാനിക്കാം. നമ്മുടെ ഇന്നത്തെ പ്രസിഡന്റ് തീർച്ചയായും ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തം മലപ്പുറം ജില്ലയെ വിഭജിക്കുക എന്നുള്ളതിന് വേണ്ടി സമരം നടത്തണമെന്നാണ് എനിക്കിവിടെ ആവശ്യപ്പെടാനുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ല, വിദ്യാഭ്യാസത്തിലാണെങ്കിൽ ഏറ്റവും പുറകോട്ട് നിൽക്കുന്ന ജില്ല, ആരോഗ്യപരമായും തന്നെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. അവിടെ ഇടപെട്ടുകൊണ്ട് തീർച്ചയായും അതിന് പരിഹാരം കാണാൻ ശ്രമിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് പാർട്ടിയുടെ അവസ്ഥ. SDPI എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ തകർക്കുവാൻ വേണ്ടി നിരന്തരമായി മറ്റുള്ള പാർട്ടികൾ വട്ടം കൂട്ടി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ SDPI ഒരു പരസ്യവും കൊടുക്കാതെ, ഒരു ചാനലിനും അഭിമുഖീകരിക്കാതെ, ഒരു ചാനലുകാരോടും പറയാതെ പാർട്ടിയെ ഉയർത്തി കാട്ടുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ളത്. പാലക്കാട് തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് മുക്കിലും മൂലകളിലും എല്ലാ ചാനലുകളിലും SDPIയെ കുറിച്ച് പറയാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് നാം ഇപ്പോൾ കണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ എത്രമാത്രം തകർക്കാൻ ശ്രമിക്കുമ്പോഴും SDPI വളർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള ഒരു സത്യമാണ് ഇവിടെ പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഇലക്ഷനിൽ, ഈരാറ്റുപേട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഇലക്ഷനിൽ SDPI ജയിക്കുമെന്ന് കണ്ടപ്പോൾ ശത്രുക്കളായിട്ടുള്ള CPM-ഉം കോൺഗ്രസും കൈകോർത്തുകൊണ്ട് അവിടെ SDPIയെ പരാജയപ്പെടുത്തി. എന്നാലും ഞങ്ങൾ പറയുന്നു, കഴിഞ്ഞ 2020 ഇലക്ഷനിൽ ഞങ്ങൾ നേടിയ വോട്ടിനേക്കാളും കൂടുതൽ 100-ൽ പരം വോട്ടുകൾ കൂടുതൽ നേടിക്കൊണ്ടാണ് അവിടെ 2ാം സ്ഥാനത്തെത്തിയിട്ടുള്ളത്. ഇനിയും നിങ്ങൾ എത്ര തകർക്കാൻ വിചാരിച്ചാലും, നിങ്ങൾ എത്ര തകർക്കണമെന്ന് ഒരുമിച്ച് കൂടി ആലോചിച്ചാലും ഈ പാർട്ടിയെ ഇനി നിങ്ങൾക്ക് തകർക്കാൻ കഴിയുകയില്ല എന്ന ഒരു സത്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ശത്രുക്കൾ പോലും എല്ലാവരും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിച്ചത് SDPI പണിയെടുത്തുകൊണ്ടാണ്, SDPIയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് രാഹുൽ മാങ്കൂട്ടത്തെ ജയിച്ചതെന്നുള്ളത്. ആ സത്യം മാത്രം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പറയേണ്ടതില്ല. നമ്മൾ ഒരുപക്ഷെ പ്രവർത്തിച്ചിട്ടുണ്ടാകും, പക്ഷെ അതിൻ്റെ റിസൾട്ട് തരുന്നത് മറ്റുള്ള പാർട്ടികളും ചാനലുകളും മീഡിയകളുമാണ് എന്നുള്ളൊരു സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സമയം കുറവായതിൻ്റെ പേരിൽ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പ്രസിഡന്റിൻ്റെ നാട്ടിൽ തന്നെ ഇത്തരമൊരു സ്വീകരണം ഒരുക്കിയ മലപ്പുറം ജില്ലാ കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുന്നു, അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ ഈ വൈകിയ വേളയിൽ ഈ പരിപാടി സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഞങ്ങളുടെ സഹോദരിമാർക്ക് 1000 വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വന്നിട്ടുള്ള എല്ലാവർക്കും 100 വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ ശക്തിക്ക് വേണ്ടി നിങ്ങളെപ്പോഴും കൂടെ ഉണ്ടാകണമെന്നും പ്രവർത്തന മേഖലയിൽ ഊർജ്ജസ്വലമാകണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് SDPI.